ഹലോ, നമ്മൾ എഴുതില്ല എന്ന് വിചാരിച്ച ഒരു എക്സാം തൊട്ട് തലേ ദിവസം രാത്രി 9:45 ഞാൻ എഴുതണം എന്ന് വിചാരിക്കുന്നത്. സോ ഇതുവരെ ഒന്നും പഠിച്ചിട്ടില്ല. അപ്പോൾ രാത്രി 9:45 ഒരു കട്ടൻ ചായയും ഉണ്ണീനെ ഉറക്കി കിടത്തി ഞാൻ പഠിക്കാനിരിക്കുന്നതിൻ്റെയാണ് ഈ വീഡിയോ. മൊത്തമായിട്ട് നമ്മളെ കൊണ്ട് കവർ ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് അറിയാവുന്നത് കൊണ്ട് തന്നെ മൊത്തം 14 ചാപ്റ്റേഴ്സിനെ 7 ചാപ്റ്റേഴ്സായിട്ട് അതിന് ഡിവൈഡ് ചെയ്തു. ആ 7 എണ്ണം ജസ്റ്റ് ഒന്ന് കൂടുതൽ വായിച്ച് നോക്കാം, ബാക്കിയുള്ളതൊന്ന് ഓടിച്ചു വിട്ടിട്ടെങ്കിലും പോകാം എന്നുള്ള രീതിക്കാണ് പഠിക്കാനിരുന്നത്. പക്ഷേ തുടങ്ങി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഒരു അന്തവും കുന്തവും ഇല്ലാത്ത ഒരു സ്റ്റഡി ടേബിൾ അല്ലെങ്കിൽ ഒരു ടൈമാണ് ഞാൻ ഫിക്സ് ചെയ്തെന്നുള്ളത്. പക്ഷേ നമ്മളെ സംബന്ധിച്ച് വേറെ നിവർത്തിയില്ല. അതുകൊണ്ട് തന്നെ ഓരോ ചാപ്റ്റേഴ്സ് വീതം നോക്കാനായിട്ട് തുടങ്ങി. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് എനിക്ക് തോന്നുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നോക്കുന്നത്. ഒന്നിൻ്റെയും ഡീറ്റെയിൽഡ് സ്റ്റഡി അല്ല. പിന്നെ നോട്ട് എഴുതുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ടെക്സ്റ്റ് കാണുമ്പോൾ തന്നെ നമുക്ക് പഠിക്കാൻ തോന്നില്ല. ഈ നോട്ട് എഴുതുന്നത് ഞാൻ മുമ്പ് പഠിച്ചിട്ടുള്ള ടെക്സ്റ്റുകളെ ബേസ് ചെയ്തിട്ടും മുമ്പ് എപ്പോഴെങ്കിലും നോക്കിയിട്ടുള്ള പോയിന്റുകളൊക്കെ വെച്ചിട്ട് അങ്ങനെ പല ടെക്സ്റ്റുകൾ വെച്ചിട്ടും ഞാൻ നോക്കാൻ തുടങ്ങി. കാരണം ഏത് മെത്തേഡാണ് കൂടുതൽ എളുപ്പം എന്നുള്ളത് എനിക്കറിയില്ലല്ലോ. സോ പഴയ ടെക്സ്റ്റുകൾ വെച്ച് സെയിം ടോപ്പിക്കുകൾ കവർ ചെയ്യാൻ തുടങ്ങി. അതായത് അതിലെ വരകളോ എന്തെങ്കിലുമൊക്കെ ഓർമ്മയിൽ ഉണ്ടാകുമെന്ന് കരുതിയിട്ടാണ് ഇത്തരത്തിൽ ഓരോ ശ്രമങ്ങളും നടത്തുന്നത്. സോ നമുക്ക് വളരെ സമയം കുറവായതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്ത് നോക്കുകയാണ്. സോ നോട്ട് എഴുതുന്നത് നല്ലതാണെന്ന് എനിക്ക് മനസ്സിലായി. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെങ്കിലും എഴുതി വെക്കുക എന്നുള്ളത് നല്ലതാണെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ സ്കീമൊക്കെ ചെയ്യാൻ തുടങ്ങിയത് തൊട്ട് തലേ ദിവസമാണെന്ന് മാത്രം. സോ അതൊട്ടും പ്രിഫറബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. അങ്ങനെ ഓരോ സമയം ഓരോ ചാപ്റ്റർ കഴിയുമ്പോഴും ഞാൻ ഏകദേശം ടിക്കറ്റ് പോയിക്കൊണ്ടിരുന്നു. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും 15 മിനിറ്റാണ് ഞാൻ ഒരു ചാപ്റ്റർ കവർ ചെയ്യുന്നത്. അപ്പോൾ അതിൽ എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കുന്നുണ്ടാവുമെന്ന് നിങ്ങൾക്ക് ഊഹിക്കാം. എന്നിരുന്നാലും ഓവറോൾ ഞാനൊന്ന് നോക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ ടെക്സ്റ്റ് ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് പരിചയം ഉണ്ടാക്കുക എന്ന് മാത്രമേ ഞാൻ വിചാരിക്കുന്നുള്ളൂ. കാരണം നമുക്ക് വളരെ സമയം കുറവാണ്. അങ്ങനെ ഓരോ ചാപ്റ്റേഴ്സായിട്ട് ഞാൻ ടിക്ക് ചെയ്യാൻ തുടങ്ങി. പിന്നെ ഇടവേളകളിൽ ഉണ്ണീനും പോയി നോക്കണം, കാരണം അവൻ ഉറങ്ങുന്ന ടൈമാണ് രാത്രി. എന്നിരുന്നാലും ചില സമയത്ത് നമ്മളെ കണ്ടില്ലെങ്കിൽ ആൾ അപ്സെറ്റ് ആവും. നമുക്കും അത് ബുദ്ധിമുട്ടാണ്. സോ ഇടവേളകളിൽ ഞാൻ അവനെയും പോയി നോക്കുമായിരുന്നു. കാരണം അത് നമുക്കൊരു മെൻ്റൽ റിലീഫാണ്. കാരണം അങ്ങനെ ഒരാളെ നമ്മൾ കുറച്ച് നേരത്തേക്ക് മാറ്റി നിർത്തിയിട്ടാണ് ഈ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കത് പേഴ്സണലി വളരെ ബുദ്ധിമുട്ടാണ്. അവൻ ശരിക്കും ഉറങ്ങുന്നുണ്ടോ, നല്ല രീതിക്ക് ഉറങ്ങുന്നുണ്ടോ, നമുക്കും അത് കാണുമ്പോൾ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെ ഒരുവിധം ചാപ്റ്റേഴ്സ് കുറച്ചൊക്കെ മാക്സിമം തലേ ദിവസം വൈകുന്നേരം ആ 9:40 ടു രാത്രി 1 മണി വരെയൊക്കെയാണ് ഞാൻ മാക്സിമം നോക്കിയിട്ടുള്ളൂ. ആ ഒരു സമയം കൊണ്ട് കവർ ചെയ്യാനായിട്ട് ഞാൻ നോക്കി. പിന്നീട് ഞാൻ ചെയ്ത കാര്യം ഇനി നോക്കാനുള്ള ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണെന്നുള്ളതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടു. കാരണം എല്ലാ ചാപ്റ്റേഴ്സിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് നല്ല രീതിയിൽ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടെന്നുള്ള നോക്കാനുള്ള ടൈമൊന്നും ഇപ്പോൾ ഉണ്ടായിരുന്നില്ല. അപ്പോൾ കറക്റ്റ് ഒരു ഹാഫ് ചാപ്റ്റർ ടെക്സ്റ്റിൻ്റെ ഹാഫ് ചാപ്റ്റേഴ്സ് നോക്കിക്കഴിഞ്ഞ് പിന്നെ ഞാൻ ചെയ്ത കാര്യം എന്ന് പറയുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കലാണ്. മിനിമം 5 കൊല്ലത്തെങ്കിലും ക്വസ്റ്റ്യൻസ് റെഫർ ചെയ്യണമെന്ന് എനിക്കുണ്ടായിരുന്നു. അതായത് ജസ്റ്റ് പാറ്റേൺ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. പെട്ടെന്ന് ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ ആ എന്തായാലും ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരു 2025 ടു ബാക്കിലേക്ക് ഇതിനുവേണ്ടി എക്സാം MBA ഒക്കെ മാക്സിമം വർഷത്തിൽ 2 തവണയാണ് നടക്കാറ്. അപ്പോൾ അങ്ങനെ ഒരു വർഷം 2 ക്വസ്റ്റ്യൻ പേപ്പർ വീതം ഒരു 5 കൊല്ലത്തെ അല്ലെങ്കിൽ 5 ക്വസ്റ്റ്യൻ പേപ്പറെങ്കിലും മിനിമം നോക്കണം എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓരോ കൊല്ലത്തെയും ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് ആ മെയിൻ ക്വസ്റ്റ്യൻസുകൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ഞാൻ കവർ ചെയ്ത പോർഷനിലാണെങ്കിൽ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വേറെ ഇങ്ങോട്ടും അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് തലേ ദിവസം തന്നെ ഒരു 7 ചാപ്റ്റേഴ്സ് പകുതി ചാപ്റ്റേഴ്സും ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഏകദേശം ഒരു ഐഡിയ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. പിറ്റേ ദിവസം എന്ന് പറയുന്നത് എനിക്ക് അധികം സമയമില്ലാത്ത ദിവസമാണ്. കാരണം ഉച്ച തൊട്ടാണ് എക്സാം. ഉച്ചയ്ക്ക് മുമ്പ് എക്സാം സെൻറ്ററിൽ എത്തണം. അപ്പോൾ ഇവിടെ നിന്ന് അത്യാവശ്യം ഡിസ്റ്റൻസ് ഉള്ള ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ പിറ്റേ ദിവസത്തേക്ക് ഞാൻ വയ്ക്കുന്നതിൽ അർത്ഥമില്ല എനിക്കറിയായിരുന്നു. പിറ്റേ ദിവസം ഞാൻ ചെയ്ത കാര്യം ഇന്നലെ നോക്കിയതൊക്കെ ഒന്ന് ഓൾറെഡി ഒന്നുകൂടി റെഫർ ചെയ്ത് നോക്കി. അതിനുശേഷം നമ്മൾ ബെഡൊക്കെ നേരെയാക്കി ഉറങ്ങാൻ കിടക്കാണ് ചെയ്തത്. പിന്നീട് പിറ്റേ ദിവസം രാവിലെ സെയിം അവൻ്റെ കാര്യങ്ങളുണ്ട്. പിന്നെ എനിക്കധികം സമയങ്ങളുമില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ബ്രേക്ക്ഫാസ്റ്റ് എന്നുള്ള രീതിയിൽ മാഗി കഴിച്ച് വീണ്ടും പഠിക്കാനിരുന്നു. പിന്നെ അവൻ കുറുക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചു. പെട്ടെന്നൊരു തീരുമാനമായതുകൊണ്ട് എക്സാമിൻ്റെ ഹോൾ ടിക്കറ്റ് പോലും എടുത്തിട്ടുണ്ടായില്ല. അതൊക്കെ എടുത്ത് വേഗം ബസ് കയറി കൃത്യസമയത്ത് എത്താൻ വേണ്ടിയിട്ട് ഉള്ള ഓട്ടപ്പാച്ചിലായിരുന്നു പിന്നീട് അങ്ങോട്ട്. അതിനുശേഷം നമ്മൾ എക്സാം സെൻറ്ററിലെത്തി. കേരളവർമ്മ കോളേജായിരുന്നു എക്സാം സെൻറ്റർ ആയിരുന്നത്. കറക്റ്റ് ഷോർട്ട് ടൈം തന്നെ എക്സാം കാര്യങ്ങളൊക്കെ തുടങ്ങി. അത് കഴിഞ്ഞ് 1.5 മണിക്കൂർ മുമ്പ് ഞാൻ വേഗം എണീറ്റ് പോകുന്ന എക്സാമിൻ്റെ ഒന്നും നമുക്കധികം എഴുതാൻ അറിയില്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അവൻ എന്താണ് വീട്ടിൽ ചെയ്യണമെന്നുള്ളതൊന്നും നമുക്കറിയില്ല. അപ്പോൾ എങ്ങനെയായിരിക്കും അറിയില്ല. ഇത്ര മണിക്കൂർ നമ്മൾ കാണാണ്ട് നിൽക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് തലയുള്ളതുകൊണ്ടും നമ്മൾ വീട്ടിലേക്ക് എത്താൻ എടുക്കുന്ന സമയം ബ്ലോക്ക് കാര്യങ്ങളെല്ലാം ഉള്ളതുകൊണ്ടും വേഗം അവിടുന്ന് പോകുന്നത് എങ്ങനെയും വീടെത്താനാണ് നോക്കിയത്. അതിനിടയിൽ നമ്മളിങ്ങനെ വീട്ടിലേക്ക് വിളിക്കുന്നുണ്ട്. അപ്പോഴൊക്കെ അവൻ കുറച്ച് ഡിസ്ട്രാക്റ്റഡ് ആണ് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ അറിയുന്നുണ്ട്. അപ്പോൾ അതും നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അതിനിടയിൽ ബ്ലോക്കും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്താൻ തന്നെ ഒരുപാട് സമയം എടുത്തു. പക്ഷേ പിന്നീട് മനസ്സിലായി നമ്മൾ ആ എക്സാം എഴുതാം എന്നൊരു തീരുമാനം രാത്രിയിലായാലും എടുത്തത്